ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ പലരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് എന്ന് പല ആൾക്കാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം കണ്ട ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഞാൻ സത്യം പറഞ്ഞാൽ ഇസ്രായേലിനെ നമുക്ക് സമ്മതിച്ചു കൊടുക്കണം എന്നൊക്കെ നമുക്ക് പറയത്തില്ലേ. ഈ രാജ്യം ഇത് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു ഞാൻ സ്തബ്ധനായിപ്പോയി ഈ റിപ്പോർട്ട് വായിച്ചപ്പോൾ. കാരണം ഒരു കുഞ്ഞു രാജ്യം, ഒരു ജൂതരാഷ്ട്രം, ഒരു അനുഭവം വിട്ടാൽ അപ്പൊ തീരും. ആ ജൂത പട തന്നെ സമ്പൂർണ്ണമായിട്ട് വേരറ്റു പോകുന്ന ഒരു രാഷ്ട്രം കഴിഞ്ഞ 72 മണിക്കൂറിൽ ഈ രാഷ്ട്രം 6 രാജ്യങ്ങളിലാണ് ആക്രമണം നടത്തിയത്. 6 രാജ്യങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. സത്യം പറഞ്ഞാല് ഇതെങ്ങനെ ഈ ഇസ്രായേലിന്റെ ഈ ഒരു ആക്രമണത്തെ വിശേഷിപ്പിക്കണമെന്ന് പോലും അറിയില്ല. പശ്ചിമേഷ്യ സമ്പൂർണ്ണമായിട്ടും ഞെട്ടിപ്പോയി. ലോകം സമ്പൂർണ്ണമായിട്ടും ആശങ്കയിലായി. ട്രംപ് ചാടി ഇറങ്ങി. ഇതാണ് ഇസ്രായേല് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത്. ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ ഒന്ന് ഫലസ്തീൻ, പിന്നെ ലെബനോൻ, സിറിയ, ടുണീഷ്യ, ഖത്തർ, യമൻ, ഈ 6 രാജ്യങ്ങളാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം 72 മണിക്കൂറിനുള്ളിൽ ചറപറ വ്യോമാക്രമണങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇതിൽ യമനിലെ ഹൂത്തി നിയന്ത്രണ മേഖലകളിലാണ് വ്യോമാക്രമണം തുടങ്ങിയത്. സനാ നഗരത്തിലെ പ്രതിരോധ മന്ത്രാലയം ഉൾപ്പെടെയുള്ള ഹൂത്തി സൈനിക കേന്ദ്രങ്ങൾ തകർത്തു. അത് കഴിഞ്ഞ് വടക്ക് കിഴക്കൻ ലെബനിലോട്ട് പോയി ബൈക്ക, ഹെർമൽ ജില്ലകളിൽ ഇസ്രായേൽ ആക്രമണം നടത്തി. ഇവിടെ ഹിസ്ബുള്ള അംഗങ്ങൾ ഉൾപ്പെടെ 5 പേരെ തീർത്തു. അതിനുശേഷം നേരെ ഖത്തറിലേക്കും സിറിയയിലേക്കും പോയി. അവിടെ പോയിട്ട് അൽ ഹയ്യയും അൽ ഹയ്യയുടെ മകനെയും, നമ്മുടെ പേരൊന്നും വായിക്കാത്ത നിൽക്കുന്നില്ല, അൽ ഹയ്യയുടെ മകനെയും അവിടെ തീർത്തു. അപ്പോഴാണ് അൽ ഹയ്യ പറയുന്നത്, അൽ ഹയ്യയുടെ ഏതോ ഒരു അനുയായി പറയുന്നത്, അല്ലല്ല അയാൾ തിന്നിട്ടൊന്നുമില്ല, അയാൾ ഇവിടെ ജീവനോടുണ്ടെന്ന്. സത്യം പറഞ്ഞാല് ഇത് കേട്ടിട്ട് അൽ ഹയ്യ അവനെ കൈ കിട്ടിയില്ലെങ്കിൽ ഒന്ന് പെരുമാറാമായിരുന്നു എന്ന് വിചാരിച്ചിരിക്കുകയായിരിക്കും. കാരണം എവിടെയെങ്കിലും പോയി ആട് മേച്ചോ ഒട്ടകത്തെ മേച്ചോ കൂലിപ്പണി ചെയ്തോ ജീവിക്കാനുള്ള ഒരു ചാൻസ് ആണ് ഇവൻ കാരണം നഷ്ടപ്പെട്ടത്. ഞാൻ തീർന്നു എന്ന് വിചാരിച്ച് ഇസ്രായേൽ ആ വഴി പിന്നെ പോയേനെ. ഇപ്പൊ ഇസ്രായേൽ അത് കേട്ടിട്ട് പറയുന്നത്, അവൻ തീർന്നില്ലെങ്കിൽ നമ്മളിത് അറ്റാക്കുമായിട്ട് വീണ്ടും വരികയാണ് എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം സിറിയയിൽ അറ്റാക്ക് നടത്തുന്നു, അതിനുശേഷം ടുണീഷ്യയിൽ അറ്റാക്ക് നടത്തുന്നു, വലിയ അറ്റാക്കുകൾ നടത്തും. ഇതിൽ ഖത്തറിൽ നടത്തിയ അറ്റാക്കാണ് കുറച്ച് കടുത്തത്. ഈ ഖത്തറിൽ നടത്തിയ അറ്റാക്കിന് ശേഷം ഇപ്പോ ഈ പല വിദഗ്ധരും പറയുന്നത് എന്താ അറിയോ ചേട്ടാ, ഈ പല വിദഗ്ധരും പറയുന്നത്, ഈ ഖത്തറിൽ ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് GCC രാജ്യങ്ങൾ അറിയാതിരിക്കില്ല. ഇസ്രായേൽ അവരെ അറിയിച്ചിട്ടുണ്ടായിരിക്കും, അമേരിക്കയെ സ്വാഭാവികമായിട്ട് അറിയിച്ചിട്ടുണ്ടായിരിക്കും. ട്രംപ് ഇത് കേട്ടിട്ട് നമ്മുടെ ഉമ്മൻചാണ്ടിയെ പോലെ ട്രംപ് അവിടെ ഇരുന്നിട്ട് എന്താ എന്താ ഞാൻ കേട്ടില്ല, എന്താ, അയ്യോ നടത്തിയോ എനിക്കറിയില്ല എന്നുള്ള ഒരു മാനറിസം ഉണ്ടല്ലോ, അതാണ് ട്രംപ് എടുത്തത്. അയ്യോ അങ്ങനെ നടത്തിയെങ്കിൽ വളരെ കഷ്ടമായി പോയി. അപ്പോ ഖത്തറിലെ അൽ തനാനി എന്ന് പറയുന്ന ഭരണാധികാരി ഇപ്പൊ ട്രംപിനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിങ്ങളൊന്ന് കാണണം. അപ്പൊ ട്രംപ് പറഞ്ഞു ശരി കാണാം, യോഗം കൂടാം, നിങ്ങൾ വരൂ, നമുക്കിവിടെ യോഗം കൂടാം. എന്നിട്ട് ഖത്തർ ഇപ്പോ GCC രാജ്യങ്ങളോട് പറയുന്നത്, നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മുടെ കേരളത്തില് ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോ പോണ പുകിലായിരുന്നല്ലോ. അപ്പൊ രമേശ് ചെന്നിത്തല ആ ആഭ്യന്തരമന്ത്രി സ്ഥാനത്തിന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ തിരുവഞ്ചൂര് ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞത്, ഇല്ല ഞാൻ ആഭ്യന്തരമന്ത്രി സ്ഥാനം ഏറ്റെടുക്കില്ല, തിരുവഞ്ചൂർ പോയാലും. അപ്പോ പിൽക്കാലത്ത് രമേശ് ചെന്നിത്തല അവിടെ വന്നു. രമേശ് ചെന്നിത്തല അവിടെ വന്നപ്പോൾ തിരുവഞ്ചൂർ രമേശ് ചെന്നിത്തലയുടെ തോളിൽ കൈവച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു, ഈ നാടകമൊന്നും എൻ്റെ അടുത്ത് വേണ്ട എന്നാണ് പറഞ്ഞത്. അതുപോലെ GCC രാജ്യങ്ങളുടെ തോളിൽ കൈവച്ചിട്ട് ഖത്തർ പറയുന്നത്, ഈ നാടകമൊന്നും എൻ്റെ അടുത്ത് വേണ്ട, എനിക്കറിയാം നിന്റെയൊക്കെ അറിവോടുകൂടെയാണ് ഇവിടെ ആക്രമണം നടന്നിരിക്കുന്നതെന്ന്. അപ്പൊ ട്രംപ് പറഞ്ഞിരിക്കുന്നത്, നീങ്ങ വാ, നമുക്ക് കാര്യങ്ങൾ സംസാരിച്ച്. അപ്പൊ ഖത്തർ പിടിയാൽ നിൽക്കുകയാണ്. എന്തായാലും സാമ്പത്തികമായി അടിച്ചു തീർക്കാൻ പറ്റത്തില്ല. ഖത്തർ കൽക്കൂമ്പാരമായി മാറും. കാരണം ഒരു GCC രാജ്യങ്ങൾക്കും ഇസ്രായേലിനെ അടിച്ചു തോൽപ്പിക്കാൻ പറ്റുകയില്ല എന്ന് കൃത്യമായി അവർക്കറിയാം. ഇനി എല്ലാവരും ഒരുമിച്ച് നിന്നാൽ പോലും, ഫലസ്തീനൊക്കെ ഇപ്പൊ കണ്ടല്ലോ, ഇത്രയും നാൾ കെട്ടിപ്പടുത്തതൊക്കെ, ചോരയും നീരും ഒക്കെ കൊണ്ട് കെട്ടിപ്പടുത്തതൊക്കെ ഒരു നിമിഷത്തിൽ കൽക്കൂമ്പാരമാക്കി മാറ്റാൻ കഴിയും. അപ്പൊ സാമ്പത്തികമായിട്ടുള്ള ഒരു ഉപരോധമാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഖത്തർ ഇപ്പൊ കഴിഞ്ഞ ദിവസം ബിജുചേട്ടൻ പറഞ്ഞതുപോലെ സാമ്പത്തികമായിട്ടുള്ള ഒരു വാറാണ് ഇസ്രായേലുമായിട്ട് ഇവർ GCC രാജ്യങ്ങളെല്ലാം ഉദ്ദേശിക്കുന്നതെന്നാണ് പറയുന്നത്. UAE അടക്കം ഇപ്പൊ ഖത്തറിന് സപ്പോർട്ടുമായിട്ട് രംഗത്തുണ്ടെന്ന് കേൾക്കുന്നു. അതിനിടയിൽ ഖത്തറിന് സപ്പോർട്ടോടെ അതിന്റെ ഇടയിൽ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്, ഖത്തറിനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്, കൂടുതൽ കളിച്ചാൽ അടിച്ചു ചുരുട്ടും, നിങ്ങൾക്ക് ഒസാമ ബിൻ ലാദന്റെ ഗതി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോ ചർച്ചകൾ ട്രംപിന്റെ മധ്യസ്ഥതയിൽ നടക്കാൻ പോകുന്നു. അതിന്റെ ഇടയിൽ ട്രംപിന് ഇന്ത്യയിലേക്ക് വരണം. അത് ചരിത്രപരമായിട്ടുള്ള സംഭവം കേട്ടോ. പണ്ടൊക്കെ നമ്മളെ എതിർക്കുന്ന അമേരിക്കൻ ഭരണാധികാരിയെ കാണാൻ നമ്മൾ മുണ്ടും തുണിയില്ലാതെ അങ്ങോട്ട് ഓടുമായിരുന്നു ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാർ. ഇന്ന് US പ്രധാനമന്ത്രി ട്രംപ് ഇന്ത്യയിലേക്ക് വരികയാണ്. അതുണ്ട്. അതിന്റെ ഇടയിൽ റഷ്യ ആണെങ്കിൽ അവിടെ ബോംബിംഗ് നടത്തി. അതിന്റെ ഇടയിൽ ഈ ഒരു തലവേദന. സത്യം പറഞ്ഞാൽ ട്രംപിന്റെ ലൈഫാണ് ലൈഫ് എന്ന് നമുക്ക് തോന്നിപ്പോകും. അങ്ങനെ ഒരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അപ്പൊ എന്താണ് തോന്നുന്നത്, ഈ ഒരു കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ഇത് വലിയ വാർത്തയാക്കുന്നുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ അവിടെ ഒരു ബോംബ് വീണപ്പോൾ തന്നെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം പറയുന്നത്, ഇത്
വലിയ വിഷയമാകുമെന്നാണ് പറയുന്നത്. പക്ഷേ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലോ ദേശീയ മാധ്യമങ്ങളിലോ ഇതൊരു വിഷയമേ അല്ല. കേരളത്തിലെ മാധ്യമങ്ങൾക്കാണ് ഇതൊരു വിഷയം. യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു പരിസമാപ്തി എങ്ങനെയായിരിക്കും? ഖത്തറും ട്രംപുമായിട്ടുള്ള ഈ ചർച്ചയ്ക്ക് ശേഷം ഇസ്രായേലിനെ പിന്തുണയ്ക്കുമോ അമേരിക്ക, അല്ലെങ്കിൽ ഖത്തറിനെ പിന്തുണയ്ക്കുമോ, അല്ലെങ്കിൽ ഒരു അടവ് നയം എവിടെയെങ്കിലും അമേരിക്ക സ്വീകരിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? എന്ത് തോന്നുന്നു? ഇത് ഈ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ചെറിയൊരു രാജ്യം, ഇപ്പൊ ധനുഷ് ഇൻട്രോയിൽ പറഞ്ഞതുപോലെ, ചെറിയൊരു രാജ്യം, ഒരു ചുറ്റോട് ചുറ്റു കിടക്കുന്ന രാജ്യങ്ങളെ 72 മണിക്കൂറിനകം 6 രാജ്യങ്ങളെ ആക്രമിക്കുക. അതിനു മുമ്പ് അവരെക്കാൾ സർവശക്തനായ 10 മടങ്ങ് സൈന്യവും കാര്യങ്ങളുള്ള ഇറാൻ പോലൊരു വലിയ രാജ്യത്തെ ദൂരെ ഇരുന്നുകൊണ്ട് ആക്രമിക്കുക. അങ്ങനെ അനവധി കുസൃതികളും അഭ്യാസങ്ങളൊക്കെ ഇവർ കാണിക്കുന്നുണ്ട്. എന്താണ് ഇത് കാര്യം? ഇത് മുമ്പ് ഒരാൾ ചോദിച്ചപ്പോൾ ഒരു തമാശയായിട്ട് പറഞ്ഞൊരു കാര്യം, ഈ അറബികളും ജൂതന്മാരും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് ചോദിച്ചു. അപ്പൊ അവരോട് അറിയാമോ എന്ന് ചോദിച്ചു. ഇല്ല. എന്താന്ന് വെച്ചപ്പോൾ ഈ അറബികൾ അവരുടെ ഒരു വിശ്വാസപ്രകാരം ഭൂമി പരന്നതാണ്, ഉരുണ്ടതല്ല. അപ്പം പക്ഷെ ജൂതന് ഭൂമി പകൽ ഉരുണ്ടതും രാത്രി പരന്നതുമാണ്. അതാണ് അവന്റെ വിഷയം. കാരണം എന്തെന്ന് വെച്ചാൽ മറ്റവൻ മതത്തിൽ മാത്രം വിശ്വസിച്ചാണ് ജീവിക്കുന്നത്. ജൂതൻ മതത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഭയങ്കരമായ മതവിശ്വാസിയാണ് ജൂതന്മാര്. ആ മതത്തിനപ്പുറം അവൻ പ്രായോഗിക ബുദ്ധി കൂടെ അവൻ കണ്ടെത്തുന്നുണ്ട്. അതായത് എന്താണ്, അവന് നിലനിൽക്കാനുള്ള ശാസ്ത്രം കൂടി അവൻ കണ്ടെത്തുന്നുണ്ട്. അതാണ് അവന്റെ ബുദ്ധി. ശരിയാണ് ആ പറഞ്ഞത്. പകലെല്ലാം അവനെ സംബന്ധിച്ച് അവൻ ആരാധനാലയങ്ങളിൽ പോകുമ്പോഴെല്ലാം ഭൂമി ഉരുണ്ടത് തന്നെയാണ്, ഇല്ലെങ്കിൽ സയൻസും അങ്ങനെ തന്നെയാണ്. പക്ഷെ രാത്രിയെ സംബന്ധിച്ച് അവൻ എല്ലാ പ്രദേശവും പരന്നതായിട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് അവൻ കൃത്യമായി തന്നെ ആരും പ്രതീക്ഷിക്കാത്ത സമയത്തുകൊണ്ട് ബോംബിട്ടിട്ട് പോകുന്നത് എന്ന് പറഞ്ഞു. കറക്റ്റാണ് ആ പറഞ്ഞത്. അപ്പോൾ അവർക്ക് ഫൈറ്റ്, നമ്മൾ പണ്ടും പറയാറുണ്ട്, ഫൈറ്റ് ചെയ്യാതെ മുമ്പോട്ട് പോയാൽ ഇസ്രായേലിന് ജീവിക്കാൻ കഴിയില്ല. ആ രാജ്യം തന്നെ ഇല്ലാതാകും. അവർക്ക് ഫൈറ്റ് ചെയ്ത് മുമ്പോട്ട് പോയാൽ മാത്രമേ ആ രാജ്യത്തിന്, കാരണം ആ രാജ്യത്ത് സ്വന്തമായിട്ട് ഈ വലിയ വ്യവസായങ്ങളോ കാര്യങ്ങളോ ഇല്ല. അത് മറ്റേതെങ്കിലും രാജ്യക്കാർ അവിടെ വന്നിട്ട് വ്യവസായം തുടങ്ങുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നു. ഈവൻ ഇന്ത്യ പോലും അവിടെ പോയി തുടങ്ങത്തില്ല. കാരണം എപ്പോഴാണ് ഈ ബോംബ് വന്ന് വീഴുന്ന് പറയാൻ പറ്റുന്നത്. അങ്ങനെ ഒരു സ്ഥലത്തുകൊണ്ട് ആരെങ്കിലും കമ്പനി കൊണ്ട് വെക്കോ? ഇല്ല. അത് അവർക്ക് നന്നായി അറിയാം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടുന്ന് കുഴിച്ചെടുക്കാൻ എണ്ണയുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് മുമ്പോട്ട് ജീവിക്കാനായിട്ട് അവിടെ ഇപ്പൊ തട്ടുമുട്ട് പണികളൊക്കെ ചെയ്ത് അവർ ജീവിക്കുന്നു. പക്ഷെ അവിടെ ഒരു വലിയ വിഭാഗം ആളുകൾ അനവധി രാജ്യങ്ങളിലുണ്ട്, കോടീശ്വരന്മാർ. ഇന്ന് അമേരിക്കയിലുള്ള 20% അമേരിക്കയുടെ ഇൻകവും പണവും അവിടുത്തെ കോടീശ്വരന്മാരും ജൂതന്മാരാ. കൊക്കക്കോള അതിനകത്ത് മേജർ ഷെയർ ജൂതന്മാരുടേതാ. അതുപോലെ തന്നെ IBM ജൂതൻ്റെതാണ്, ഗൂഗിള് ജൂതൻ്റെതാണ്, ഫേസ്ബുക്ക്. ഇത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ജൂതൻ്റെതാണ്. ഈവൻ അമേരിക്ക നിർമ്മിക്കുന്ന ഒരു യുദ്ധോപകരണം പോലും ജൂതന്റെ ബ്രെയിനും അധ്വാനവുമാണ്. അതുകൊണ്ട് ജൂതനെ തള്ളിക്കൊണ്ട് അമേരിക്കയ്ക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല. പക്ഷെ അമേരിക്ക ഇല്ലാതെ ഇസ്രയേലിന് മുൻപോട്ട് പോകാൻ കഴിയും. എത്ര കാലം വേണേ മുമ്പോട്ട് പോകാം. കാരണം അമേരിക്ക ഇല്ലാതെ ആണെങ്കിലും ഇസ്രയേലിന് ഇത് തന്നെയാണ്. അതാണ് ബെഞ്ചമിൻ നെതന്യാഹു ഞങ്ങളാരുടെയും ചൊൽപ്പടിക്ക് നിൽക്കുന്ന രാജ്യമല്ല. എന്നിട്ട് അദ്ദേഹം തന്റെ മന്ത്രിസഭാ അംഗങ്ങൾക്ക് നൽകിയ ഒരു ഉദാഹരണം ചോദിച്ചു. ഇന്ത്യയെ കണ്ടോ നിങ്ങളെന്ന് ചോദിച്ചു. താരിഫ് ഉയർത്തിയിട്ടും അവരത് മൈൻഡ് ചെയ്തില്ല. റഷ്യയുടെ നിന്ന് എണ്ണ വാങ്ങുമെന്ന് പറഞ്ഞാൽ അവർ വാങ്ങി. അവരുടെ അതിർത്തിയിൽ കിടന്ന പാകിസ്ഥാൻ അവർ കയറി അടിച്ചു. ആരോടും ചോദിച്ചു പോലുമില്ല. ഞങ്ങൾ അടിച്ചോട്ടെ എന്ന് ചോദിച്ചില്ല, ആരുടെ അനുമതി കാത്തു നിന്നില്ല. അവർ പറ്റിയ സമയം വന്നു അവരുടെ ശത്രുവിനെ അവർ കയറി ഒതുക്കിയിട്ട് പോയി. ട്രംപ് താരിഫിന്റെ വാറൊന്നും അവർ മൈൻഡ് ചെയ്തില്ല. അതാണ് വേണ്ടത്, അതാണ് നിലപാടെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ആ മന്ത്രിസഭാ യോഗത്തിൽ കൂടി പറഞ്ഞതായിട്ട് ഇന്റർനാഷണൽ മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വാർത്ത, ട്രംപ് കട്ടക്കലിപ്പിലാണ്, നെതന്യാഹുവുമായി വലിയ വാഗ്വാദങ്ങളുണ്ടായി എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അത് സത്യമായിരിക്കും അവർ. പക്ഷേ ഈ അമേരിക്കയുടെ ചൊൽപ്പടി നിൽക്കുന്ന ഒരു രാജ്യമല്ല ഇസ്രായേൽ. ഇസ്രായേലിന്റെ ചൊൽപ്പടിക്ക് അമേരിക്ക ചിലപ്പോൾ നിൽക്കേണ്ടതായും വരും. നമ്മൾ വിചാരിക്കും ഇതെന്ത് വൈരുദ്ധ്യമാണ്, ഒരു കുഞ്ഞു രാജ്യം എങ്ങനെയാണ് അമേരിക്ക ചൊൽപ്പടി നിർത്തുന്നത് വെച്ചാൽ, ഇന്ന് അവരുടെ രാഷ്ട്രം നമ്മുടെ രാഷ്ട്രം പോലല്ല. ജൂതന്മാർ ഇല്ലെങ്കിൽ അവരുടെ രാഷ്ട്രം തീരുമാനിക്കുകയാണ്, ശരി നിങ്ങളുടെ അവിടെയുള്ള എല്ലാ സമ്പത്തും കാര്യങ്ങളും പിൻവലിച്ചേക്കൂ, നമുക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് അത് ഡംപ് ചെയ്യാം, ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് നമുക്കത് മുടക്കാം എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് കംപ്ലീറ്റ് എല്ലാം പോകും. അതുകൊണ്ടാണ് അവനെ കൂടെ നിർത്തി കൊണ്ടുപോകുന്നത്. അല്ലാതെ ഇപ്പം അമേരിക്ക ഒരു ഔദാര്യത്തിന് നിർത്തി കൊണ്ടുപോകുന്നല്ല ഞങ്ങളുടെ സഹോദര രാഷ്ട്രം എന്ന് പറഞ്ഞിട്ട്. കാരണം അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെയൊക്കെ പലപ്പോഴായി വിഴുങ്ങിയിട്ടുണ്ട്, അടിമകളാക്കി വെച്ചിട്ടുമുണ്ട്. ഒരിക്കലും ഇസ്രായേലിനെ അവർക്ക് അടിമകളാക്കി വെക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ധനുഷ് ചോദിച്ച ആ ചോദ്യത്തിന് ഉത്തരവായിട്ടുണ്ട്. ഇസ്രായേലിന് ഒരിക്കലും അമേരിക്കയ്ക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതുമാത്രവുമല്ല, മിഡിൽ ഈസ്റ്റിലെ എല്ലാ കാര്യങ്ങളും, അമേരിക്കയുടെ അടക്കം എല്ലാ കാര്യങ്ങളിലും നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട കൊട്ടേഷൻ ടീം അംഗമാണ്, ഗുണ്ട എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാം, സെക്യൂരിറ്റി എന്ന് എന്ത് വേണേൽ പറയാം, അതും ഇസ്രായേൽ തന്നെയാണ്. അതല്ലാതെ ഇസ്രായേൽ ഇല്ലാതെ ഒരു ഇഞ്ചും മിഡിൽ ഈസ്റ്റിൽ പോയിട്ട് ആ ഒരു ഏരിയയിൽ പോലും അമേരിക്കയ്ക്ക് മൂവ് ചെയ്യാൻ കഴിയില്ല. അമേരിക്ക എന്തിനാണ് അവിടെ കിടന്ന് ഈ ആക്രാന്തം കാണിക്കുന്നത്?
അമേരിക്കയുടെ ബഹുഭൂരിപക്ഷം ബിസിനസ്സും മിഡിൽ ഈസ്റ്റിലാണ്. അവിടെ നിന്നുള്ള എണ്ണ അവിടെ കൊണ്ടുപോയിട്ട് ശുദ്ധീകരിച്ചിട്ടാണ് അമേരിക്ക പല വഴിക്ക് വിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ട്രംപിന്റെ അംബാസഡർ പറഞ്ഞെന്താണ്? ഇന്ത്യയുമായി വ്യാപാര കരാർ ഒപ്പുവെക്കാൻ ഞങ്ങൾ തയ്യാറാണ്, റഷ്യയുടെ നിന്ന് എണ്ണ വാങ്ങരുത്, ഞങ്ങളുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങാവുള്ളൂ. ഓൾറെഡി നമ്മൾ അമേരിക്കയുടെ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട്, ഞങ്ങളുടെ കയ്യിൽ നിന്ന് എല്ലാ എണ്ണ ഇനി വാങ്ങാവുള്ളൂ. പിന്നെ ചൈനയുമായിട്ട് ഇനി ഒരു ബന്ധം പാടില്ല എന്നുള്ളത്, ഇത് എന്തെങ്കിലും നടപ്പാകുന്ന കാര്യമാണ് ഇന്ത്യയുടെ അടുത്ത്? നടപ്പാകില്ല. അതുകൊണ്ട് തന്നെ ട്രംപ് ഇന്ത്യയിലേക്ക് വരുമോ എന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴും സംശയത്തിലാണ്. വരാനുള്ള സാധ്യത കുറവാണ്. കാരണം ഈ വ്യാപാര കരാർ ചർച്ച എങ്ങും എത്തില്ല, വ്യാപാര കരാറോ എങ്ങും എത്തില്ല. കാരണം ട്രംപ് ഈ കടുംപിടുത്തം പിടിക്കുന്നിടത്തോളം കാലം. ഇന്നലെ അദ്ദേഹം G7 ഉച്ചകോടിയിൽ പങ്കെടുത്തുകൊണ്ട് G7 രാജ്യങ്ങളോട് പറഞ്ഞത് ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ നിങ്ങൾ വലിയ താരിഫ് ഉയർത്തണം. യൂറോപ്യൻ യൂണിയൻ തള്ളിക്കളഞ്ഞു താരിഫ് ഉയർത്തണം എന്ന് പറഞ്ഞപ്പോൾ. G7 കാലത്ത് പറഞ്ഞു നിങ്ങൾ ഉയർത്തു. അപ്പോൾ എന്താ സംഭവം? എല്ലാവരും ഉയർത്തണം, എന്നിട്ട് നിങ്ങൾ എണ്ണയും മറ്റുമൊക്കെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങും എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ മുടിഞ്ഞാലും കുഴപ്പമില്ല, എൻ്റെ ആ ഒരു വാശി ജയിക്കണമെന്നുള്ളതാണ്. ഏതായാലും ഇന്ത്യ കഴിഞ്ഞ ദിവസം ജയശങ്കർ ബ്രിക്സിൽ ഉച്ചകോടി പങ്കെടുത്തിരുന്നു. അദ്ദേഹം പറഞ്ഞത് നമ്മളുടെ അവിടെ നടന്നത് ഈ റഷ്യൻ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനകത്ത് കുറെ രഹസ്യമായ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ആ ചർച്ചയിൽ എന്നാണ് പറയുന്നത്. അത് എന്നിട്ട് ആ പത്രം എഴുതിയിരിക്കുന്നത് സ്പുട്നിക് ആണ്. അപ്പൊ ആ സ്പുട്നിക് എഴുതിയിരിക്കുന്നത് ഞങ്ങൾക്കെന്നല്ല ഒരു മാധ്യമ പ്രവർത്തകർക്കും ആ ചർച്ചകൾ പുറത്ത് കിട്ടില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് അവർ എഴുതിയിട്ട്. ബാക്കി അതായത് പുറമെ ഇവർ ചർച്ച നടത്തിയ കുറെ കാര്യങ്ങളുണ്ട്, അത് മാത്രമാണ് എല്ലാവരും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ബ്രിക്സ് ഉച്ചകോടിയിൽ ഇങ്ങനെ പങ്കെടുത്തു സംസാരിച്ചു എന്നതിനപ്പുറം എന്ത് തീരുമാനമെടുത്തു എന്ന് ആരും പറയുന്നില്ല. കാരണം തീരുമാനം ആർക്കും അറിയില്ല എന്താണ് അവിടെ എടുത്തതെന്ന്. അതീവ രഹസ്യമായിട്ടായിരുന്നു ആ ചർച്ച നടന്നതെന്ന് ഇന്റർനാഷണൽ മീഡിയാസും പറയുന്നു. ഇനി ഇവിടെ നമുക്ക് മിഡിൽ ഈസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ സൗദി അറേബ്യയൊക്കെ ഖത്തറിനെതിരെ ഉപരോധം വരെ പ്രഖ്യാപിച്ചിട്ടുള്ള രാജ്യം മുമ്പ്, ഇപ്പോഴല്ല നേരത്തെ. സൗദി അറേബ്യ അറിയാതെ ഇവിടെ ഒരു നടക്കില്ല എന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളും അറിയാതെ ഇതൊന്നും സംഭവിക്കില്ല, ഖത്തറിനെതിരെയുള്ള കാര്യങ്ങൾ സംഭവിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു സാഹചര്യത്തില് ഇപ്പൊ ഖത്തറിനെ സംബന്ധിച്ച് അവർക്കൊരു മുഖം രക്ഷിച്ചേ പറ്റൂ. കാരണം ഖത്തർ ഇപ്പൊ പാകിസ്ഥാനെ പോലുള്ള ഒരു രാജ്യമല്ല, GCCയിലെ ഒരു നമ്പർ 1 രാജ്യമാണ്, അതിനകത്തൊരു പ്രധാനപ്പെട്ട രാജ്യമാണ്. ഒന്ന് പിന്നെ അത്യാവശ്യം എന്താണ് ഒരു സിസ്റ്റം മീൻസ് സാമ്പത്തികമായാലും മറ്റുള്ളതുമൊക്കെ ഉള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇസ്ലാമിക് ഓർഗനൈസേഷൻസ് ആയാലും ഇല്ലെങ്കിൽ അവരുടെ മറ്റു കോർഡിനേഷൻസ് ആയാലും ഒക്കെ ഖത്തറിൻ്റെതായ പ്രാധാന്യമുണ്ട്. കാരണം ഫണ്ടും ഒക്കെ ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് തീവ്രവാദികളും അല്ലാത്തവരുമായിട്ടുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായി തന്നെ ഖത്തറിന്റെ വിഷയം വരുമ്പോൾ എല്ലാവർക്കും ഒന്നിച്ച് നിന്നേ പറ്റൂ. അതൊരു സ്വാഭാവികമായ കാര്യമാണ്. ഇപ്പൊ ഇറാന്റെ കേസിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, എക്സ്ക്യൂസുകൾ ഉണ്ടായിരുന്നു. ഒന്ന്, ഷിയ രാജ്യമാണ്. രണ്ട്, ഇറാൻ എല്ലാവരുടെ ഒരു ശത്രു രാജ്യമാണ്. പിന്നെ അവർ ഈ അണുബോംബ് ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്നൊക്കെ. പക്ഷെ ഇവിടെ ഖത്തറിന്റെ അടുത്ത് വരുമ്പോഴത്തേക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അവർ ഈ തീവ്രവാദികളെ സഹായിക്കുന്നു എന്നുള്ളൊരു കാര്യം മാത്രമേ ആകെയുള്ളൊരു അപഖ്യാതിയായി പറയാനുള്ളത്. ഇവിടെ ഇപ്പൊ ഇസ്രായേലിനെതിരെ സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിക്കുന്ന വെച്ചാൽ അതിനും മാത്രം സാമ്പത്തിക ബന്ധമൊന്നും ഇവരായിരുന്നു ഇസ്രായേലുമായിട്ടില്ല. പറയുന്നത് ഇവർ അങ്ങനെ ഒരു ഉപരോധം പ്രഖ്യാപിച്ച് അവരെ എഫക്റ്റീവ് ആക്കണമെങ്കിൽ അമേരിക്കക്കെതിരെ ഒരു ഉപരോധം പ്രഖ്യാപിക്കണം. അതാണ് അതിന്റെ ഒരു ഹീറോയിസം. അമേരിക്കക്കെതിരെ ഉപരോധം പ്രഖ്യാപിക്കണം, അതിനുള്ള ഗട്ട്സ് അവർക്കില്ലല്ലോ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ഇസ്രായേലിനെതിരെ ഉപരോധം പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേലിനത് ഒന്നാമത് തന്നെ അത് സാമ്പത്തികമായിട്ട് വലിയ മുൻപന്തി നിൽക്കുന്ന രാജ്യമൊന്നുമല്ല ഇസ്രായേൽ. അതെ, എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ GCC രാജ്യങ്ങളൊക്കെ അമേരിക്കയുടെ അടിമ രാജ്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അമേരിക്കയുടെ പല നിക്ഷേപങ്ങളും മിഡിൽ ഈസ്റ്റിലാണുള്ളത്. ട്രംപിന്റെ വ്യക്തിപരമായിട്ടുള്ള പല നിക്ഷേപങ്ങളും അവിടെ തന്നെയാണ് ഉള്ളത്. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങൾ പലരും ഇപ്പോൾ ഖത്തറിന് ഈ GCC രാജ്യങ്ങൾക്കും പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബ്രിട്ടൻ, ഫ്രാൻസ്, അങ്ങനെയുള്ള പല രാജ്യങ്ങൾ. അതിൽ 5 രാജ്യങ്ങൾ ഈ പാലസ്തീനെ നാളെ അംഗീകരിക്കും എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്, ഇസ്രായേലിനെ ചൊടിപ്പിക്കാൻ. എന്താണ് ഇസ്രായേലുമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്കുള്ള ശത്രുത? യൂറോപ്യൻ രാജ്യങ്ങൾ നിരന്തരം ഇസ്രായേലിനെ എതിർക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കില്ല. അതെന്തുകൊണ്ടാണ്? എന്റെ പൊന്ന് ധനുഷ്, ഈ മിഡിൽ ഈസ്റ്റിൽ എണ്ണ എന്ന് തീരുന്നു അന്ന് ഈ സായിപ്പന്മാരുടെ സ്വഭാവം മാറും. എണ്ണ എവിടെ ഉള്ളത് കൊണ്ടല്ലേ ഇവന്മാരെല്ലാം അവിടെ പറ്റിപ്പിടിക്കുന്നത്. ശർക്കരയുടെ ചുറ്റും ഈച്ച പൊതിയും, സ്വാഭാവികമാണ്. ആ ഈച്ചയാണ് പൊതിഞ്ഞിരിക്കുന്നത്. ശർക്കര എന്ന് തീരുന്നോ ഈച്ചയും തീരും അതോടുകൂടി. ആ എണ്ണ മിഡിൽ ഈസ്റ്റിൽ എന്ന് തീരുന്നോ അന്ന് തീരും. അത് കൈവച്ചുകൊണ്ട് ലോകത്തിന്റെ മുഴുവൻ ക്രൂഡ് ഓയിൽ വില നിയന്ത്രിക്കുക, വിലക്കയറ്റം കൂട്ടണോ കുറക്കണോ എന്ന് ചിന്തിക്കുക, ഇതൊക്കെയല്ലേ ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി. അവന്മാര് ഇവ GCCക്കാരിലാണ് ഒറ്റടിക്ക് തീരുമാനിച്ചാൽ ഞങ്ങളിനി നിങ്ങൾക്കൊന്നും എണ്ണ വരുന്നില്ലെന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു. അപ്പൊ ഇവർ തനിക്കുണം കാണിക്കും. ഇത് അതുകൊണ്ടാണ് ഈ നിൽക്കുന്നത്, മനസ്സിലായില്ലേ? റഷ്യയുടെ എണ്ണ വാങ്ങാനും വാങ്ങുന്നുണ്ട് ഇപ്പോഴും. 1.1 ബില്യനാണ് ഇപ്പോൾ വാങ്ങുന്ന എണ്ണ ഇവന്മാരിലാണ് യൂറോപ്യൻസ്. ഇപ്പൊ ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഇത് വാങ്ങരുത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വേണമെങ്കിൽ ഇവർക്ക് മനസ്സിലാവനസോടെ റഷ്യയുടെ എണ്ണ വാങ്ങാതിരിക്കുക. മിഡിൽ ഈസ്റ്റിൽ നിന്നും കൂടെ എണ്ണ വാങ്ങരുതെന്ന് പറഞ്ഞില്ല, മിഡിൽ ഈസ്റ്റിൽ എണ്ണ തീർന്നു പോയി. ഇനി ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ എവിടെ നിന്ന് പോയി കുഴിക്കും? പിന്നെ ഉള്ളത് ബാക്കിയുള്ളതൊന്ന് കുഴിച്ചിട്ട് വേണ്ട ഈ ലോകം മുഴുവൻ. അപ്പൊ എന്ത് പറ്റും? പിന്നെ ഒരു ബാരൽ ക്രൂഡ് ഓയിലിന് 100 രൂപ എന്നുള്ളത് 500-600 ആകും.
ഇതിപ്പോ കാറ് ഓടിയാൽ മാത്രം പോരല്ലോ, ഫാക്ടറികൾ പ്രവർത്തിക്കണ്ടേ, അനവധി കാര്യങ്ങൾ പ്രവർത്തിക്കണ്ടേ, മുമ്പോട്ട് പോകണ്ടേ. ഇവിടെ എന്ത് ചെയ്യും? അത്രേ ഉള്ളത് കാര്യം. കച്ചവടം പൂട്ടും. അത് തന്നെയാണ് അതിന്റെ അത് GCCക്ക് നന്നായി അറിയാം. കാരണം അവർക്കിപ്പോ പഴയതുപോലെ ട്രംപിനെ അവർ നമ്പുന്നില്ല, മിഡിൽ ഈസ്റ്റിനെ അവർ നമ്പുന്നില്ല. അതിന്റെ ഒരു ഭാഗമായിട്ടായിരുന്നു UAE-യുമായിട്ട് സൗദിയുമായിട്ട് ഇന്ത്യൻ റുപ്പീസിലാണ് ഇപ്പൊ നമ്മുടെ ബിസിനസ്സുകൾ, ഡീലുകൾ മുമ്പോട്ട് പോകുന്നത്, ഡോളറിലല്ല. അപ്പൊ അമേരിക്ക പലതും പറഞ്ഞു നോക്കി അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് അവര് മൈൻഡ് ചെയ്തിട്ടൊന്നുമില്ല. അവരൊക്കെ ഇപ്പൊ പെട്രോളിയം ഉൽപ്പന്നം അല്ലെങ്കിൽ പെട്രോളിയത്തിന്റെ ഒരു അളവ് കുറഞ്ഞു വരുന്നത് കൊണ്ടാണ് UAE അടക്കം, ഖത്തർ അടക്കം പല രാജ്യങ്ങളിലും ഇപ്പം ഒരുപാട് കമ്പനികളെ പുറത്തുനിന്നൊക്കെ ആകർഷിച്ചുകൊണ്ട് വന്ന് അവിടെ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ് അവര്. അവരുടെ രാജ്യത്ത് ഫാക്ടറികളും മറ്റുമൊക്കെ സ്ഥാപിച്ചുകൊണ്ടും മറ്റുമൊക്കെ അവർ അതിനടുത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്രേ ഉള്ളൂ അവരുടെ ഒരു സ്നേഹം. അല്ലാതെ ഇസ്രയേലിന് അല്ല അവർക്ക് പ്രശ്നം. പിന്നെ ഇനി വേറൊരു കാര്യങ്ങളുണ്ട്. ഈ ഓയിലിന്റെ ഇത് തീർന്നു കഴിഞ്ഞാൽ ഇസ്രയേലിന് പ്രത്യേകിച്ച് റോളൊന്നും ഈ മിഡിൽ ഈസ്റ്റിൽ കാണില്ല. അവർക്ക് പിന്നെ ഈ അമേരിക്കയ്ക്കും നോക്കും പ്രത്യേകിച്ച് ഒന്നുമില്ല, എല്ലാം മരിപ്പച്ചണക്ക് കിടക്കുന്ന ഒരു സാധനമല്ലേ. അതുകൊണ്ട് മാത്രമാണ്. കാരണം മുൻകാലങ്ങളിൽ ഈ GCC കൺട്രീസിനെ വെച്ചായിരുന്നു ലോകത്തെ അമേരിക്ക നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. കാരണം എണ്ണയാണല്ലോ ലോകത്തിന്റെ സ്പന്ദനം എന്ന് പറയുന്ന ഒരു സാധനം, എണ്ണയാണ്. ആ എണ്ണയുടെ മുഴുവൻ കൺട്രോളും ഏറ്റെടുത്തുകൊണ്ട് അമേരിക്കയാണ് നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഈ അമേരിക്കയുടെ തിട്ടൂരം, അപ്പൊ അമേരിക്ക പറയും ആരുടെ അടുത്തുനിന്ന് എണ്ണ വാങ്ങണം, എങ്ങനെ വാങ്ങണം, എത്ര രൂപയ്ക്ക് വിൽക്കണം. ആ കാലം പോയിരിക്കുന്നു. അതിനകത്ത് എനിക്ക് തോന്നുന്നു ഇന്ത്യക്ക് ഒരു വലിയ പങ്കുണ്ട്, പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്ക് ഒരു പങ്കുണ്ട്. നരേന്ദ്രമോദി ഇന്ത്യ വരുമ്പോൾ ഇന്ത്യയും അതേപോലെ ഒരു അടിമ രാജ്യമായിരുന്നു. 27 രാജ്യങ്ങളിൽ നിന്നായിരുന്നു നമ്മൾ എണ്ണ വാങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾ ലേറ്റസ്റ്റ് 60 രാജ്യങ്ങളിൽ നിന്നും കണ്ട എണ്ണ വാങ്ങുന്നത്. എവിടെങ്കിലും ഒരിടത്ത് ഒരു അല്പം എണ്ണ ഉണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ അപ്പൊ കപ്പലുമായിട്ട് അവിടെ ചെല്ലുക, ഉള്ളത് കയറ്റിക്കോ എന്നാണ് പറയുന്നത്. ആ നിലയിൽ, കാരണം ഇപ്പൊ നമ്മൾ ഇവിടുത്തെ ഉപയോഗത്തിന് മാത്രമല്ല, നമ്മൾ അതിന്റെ ഒരു പ്രമുഖ ദാതാവായി മാറി. സ്പുട്നിക്കിന്റെ ഒരു വലിയ ലേഖനത്തിൽ അവർ പ്രത്യേകം പറയുന്നു, റഷ്യൻ എണ്ണ സെപ്റ്റംബറിൽ നമ്മൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം ആരൊക്കെ പറയുന്നുണ്ട്, മോദി സറണ്ടർ ചെയ്തു അമേരിക്കയുടെ മുമ്പിൽ, റഷ്യയുടെ എണ്ണ വാങ്ങലൊക്കെ നിർത്തിയെന്ന്. ഒരു കുന്തവും ഇല്ല. സെപ്റ്റംബറിൽ നമ്മൾ 30% കൂടുതൽ എണ്ണയാണ് വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. 1.7 ദശലക്ഷം ബാരലാണ് പെർ ഡേ എണ്ണ ഇറക്കിക്കൊണ്ടിരുന്നത്. അത് 2 ലക്ഷമാക്കാൻ പോകുന്നു. അതിന് റഷ്യൻ മാധ്യമങ്ങൾ പറയുന്നത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഇപ്പോൾ പ്രധാനമായും ചുറ്റിത്തിരിയുന്നതിൽ ഒരു കാര്യം ഈ എണ്ണയാണ്. ആ എണ്ണ കൊണ്ടുവന്ന് റിഫൈൻ ചെയ്തെടുത്തിട്ട് അത് വെച്ചിട്ട് മറ്റ് രാജ്യങ്ങൾക്ക് വിറ്റ് വലിയ രീതിയിൽ പൈസ ഉണ്ടാക്കുന്നു. ഇത് തന്നെയാണ് ട്രംപും പറയുന്നത്. ട്രംപ് പറയുന്നത് നിങ്ങൾ പിന്നെ എണ്ണ വിറ്റ് ഇന്ത്യ പണക്കാരാകുന്നു എന്നാണ്. അതാണ് പറഞ്ഞത്, ബ്രാഹ്മണന്മാർ പണക്കാരാകുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ പണക്കാരാകുന്നു, ഇന്ത്യ പണക്കാരാകുന്നു എന്നുള്ള ഒറ്റ പ്രശ്നമേ ഉള്ളൂ. സാഹിബിന് കണ്ണുകടിയാണ്. അതാണ് എന്റെ കാര്യം. ഇപ്പൊ പുള്ളി പുതിയ ഡിമാൻഡ് വെച്ചിരിക്കുന്നത് എന്താണ്? വ്യാപാര കരാറൊക്കെ ഞങ്ങൾ റെഡിയാക്കി തരാം, ചൈനയുമായിട്ടുള്ള ബന്ധം വേണ്ടെന്ന് വെക്കണം, റഷ്യയുടെ എണ്ണ വാങ്ങരുത്, ഞങ്ങളുടെ കയ്യിൽ നിന്ന് മാത്രമേ വാങ്ങാവൂ. ഇതൊക്കെ നടക്കാവുന്ന കാര്യമാണ്. നടക്കില്ല. അതിപ്പോ മോദി പറയണമെന്നില്ല, നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് പറയാൻ നടക്കാത്ത കാര്യമാണ്. അത് ട്രംപിന് അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ ഒരു ചർച്ച നടത്തി ഒരു ബൂമിംഗ് ഒക്കെ ഉണ്ടാക്കി വെക്കും. പിന്നെ അമേരിക്കയെ സംബന്ധിച്ച് മിഡിൽ ഈസ്റ്റിനെ വെറുപ്പിക്കാൻ കഴിയില്ല. ആ കാല് പിടിച്ചാലും നിന്നേ പറ്റും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. അത് എണ്ണ മാത്രമല്ല, അവരുടെ ബിസിനസ്സുകളും അവിടെ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. രണ്ടു കൂട്ടർക്കും ഉണ്ട്. ഈ ഗൾഫ് മേഖലയിലെ ഭരണാധികാരികൾക്ക് യൂറോപ്പിൽ ആകമാനം ഹോട്ടൽസ് ആയാലും ആഡംബര കെട്ടിടങ്ങളായാലും പലതിലും അവരുകൊണ്ട് വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, തിരിച്ചും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ രണ്ടു കൂട്ടർക്കും കുറെ ബിസിനസ് താല്പര്യങ്ങളുണ്ട്, ഭരണാധികാരികൾക്ക് തന്നെ ബിസിനസ് താല്പര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വേറൊരു ഇഷ്യൂസിൽ അതൊക്കെ ഒന്നും പോവില്ല, ഒരു തിരിച്ചടിക്കൊന്നും പോകാനുള്ള സാധ്യതയില്ല. നിലവിൽ ഗൾഫ് രാഷ്ട്രങ്ങൾ തിരിച്ചടിക്ക് പോകാത്തതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അവരിപ്പം ഒന്ന് സ്റ്റേബിളായിട്ട് നിന്നൊന്ന് പച്ചപിടിച്ച് വരികയാണ്. മുൻകാലങ്ങളിലൊക്കെ അനവധി യുദ്ധത്തിന് വേദിയായിട്ടുള്ള സ്ഥലമാണ് ഈ മിഡിൽ ഈസ്റ്റ്. അതിൽ നിന്നൊക്കെ മാറി അവരൊന്നും ഇസ്രായേലിനെ സംബന്ധിച്ച് അവരെ പിണക്കിക്കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ ഈ ഇപ്പം അവിടെയുള്ള എണ്ണപ്പാടങ്ങളുണ്ടല്ലോ, ഇസ്രായേലാണ്. ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, അവർക്ക് അണുബോംബ് ഇടേണ്ട കാര്യമില്ല. ഈ മറ്റേ ഹനുമാന്റെ പാലിൽ തീ കൊടുത്തു കഴിഞ്ഞപ്പം ലങ്ക ദഹിപ്പിച്ച് എങ്ങനെയാണോ അതുപോലെ ഈ എണ്ണപ്പാടങ്ങൾക്ക് തീയിട്ട് കൊടുത്താൽ മതി. മിസൈലുകൾ ഓരോന്നും എണ്ണപ്പാടങ്ങൾക്ക് വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ നിന്ന് കത്തും വർഷങ്ങളോളം, കച്ചവടം നടക്കത്തില്ല, പൂട്ടിപ്പോവും. ഇതൊക്കെ ഈ സൗദി അടക്കമുള്ള രാജ്യങ്ങൾക്ക് നന്നായി അറിയാം. ഇതൊക്കെ കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ. ഈ റഷ്യയുടെ കാര്യം പറഞ്ഞതൊക്കെ എടുത്തിട്ട് കീറി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇത്രയും ഓയിൽ പൂൾസ് നശിച്ചു കഴിഞ്ഞാലുള്ള പ്രധാനപ്പെട്ട ഓയിൽ പൂൾസ് എല്ലാം തകരുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് ആ ഒരു കടും കൈക്കൊന്നും അവർ പോയില്ല. ഈ പറയുന്ന കണക്ക് ഒരു ഉപരോധം ചിലപ്പോൾ വന്നേക്കാം, ഇല്ലെങ്കിൽ പരസ്യമായൊരു ശിക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞേക്കാം. ബെഞ്ചമിൻ നെതന്യാഹു അല്ലെങ്കിൽ തന്നെ യുദ്ധം തീർന്ന് അകത്തു പോകുമെന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ് സ്വന്തം നാട്ടിൽ. അപ്പോഴാണ് പുറത്ത് ഇന്റർനാഷണൽ രീതിയിലുള്ള ശിക്ഷിക്കണമെന്ന് പറയുന്നത്. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ട്രംപ് എന്ന് പറഞ്ഞാൽ പുള്ളിയും കേൾക്കത്തില്ല. ഇതിപ്പോ ട്രംപ് അവിടെ വന്നിട്ട് ട്രംപിന് കുറെ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമായിരിക്കും ഈ മിഡിൽ ഈസ്റ്റിന്റെ കാര്യത്തിൽ. വിട്ടുവീഴ്ച ട്രംപ് ആയതുകൊണ്ട് ഇപ്പൊ ട്രംപിന് പുള്ളി ഒരു വേദനിക്കുന്ന കോടീശ്വരനായതുകൊണ്ട് വിട്ടുവീഴ്ചയ്ക്ക് എളുപ്പമായിരിക്കും. കാരണം നിങ്ങൾക്ക് കുറച്ച് പാക്കേജ് ഞാൻ തരാം, നിങ്ങൾക്ക് താരിഫ് ഇളവ് ഞാൻ തരാം എന്ന് കുറെ ഓഫർ വെക്കും. പോകുന്ന കൂടെ പറയും ആരെങ്കിലും ഉണ്ടോ നോബൽ പ്രൈസിന് എന്നെ ഒന്ന് നോമിനേറ്റ് ചെയ്യാൻ എന്ന് ചോദിച്ചിട്ട് വേണം പോകും പുള്ളി.
ഇതായിരിക്കും ഇത് നടക്കാൻ പോകുന്നത്. വേറെ ഒന്നും നടക്കത്തില്ല. ഈ ഒരു പുകലും ഒരു ഓക്കെ. പുകമറയും മാത്രമാണ്.